റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ചോദിക്കാൻ, അല അതുല്ലുക്കും, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ? എന്താണ് ആ കാര്യത്തിന്റെ പ്രത്യേകത? മാ യംഹുല്ലാഹു ബിഹിൽ ഖതായാ, പാപങ്ങളെ നിങ്ങളിൽ നിന്നും മായ്ച്ചു കളയുന്ന, മഹ്വി ചെയ്യുന്ന, ഇല്ലാതാക്കി കളയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? വയർഫഉ ബിഹി ദറജാത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാത്രമല്ല, സ്വർഗത്തിൽ നിങ്ങൾക്ക് പദവികൾ അതുകൊണ്ട് ഉയരും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സഹാബാക്കൾ വലാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് പറഞ്ഞു തന്നാലും, പാപങ്ങൾ മായ്ച്ചു കളയുന്ന, പദവികൾ ഉയർത്തുന്ന കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് പറഞ്ഞു തന്നാലും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറഞ്ഞു കൊടുത്തത് ഇസ്ബാഹുൽ വുദൂഇ അലൽ മകാരിഹി, പ്രയാസഘട്ടങ്ങളിൽ ഉദു എടുക്കലാണ്, ഉദു പരിപൂർണമായി എടുക്കലാണ്. കാരണം തണുപ്പുള്ള നല്ല തണുപ്പുണ്ടാകുമ്പോ അപ്പോ ഉദു പരിപൂർണമായി എടുക്കൽ, ഉദു അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതാ ഇലൽ മസാജിദി, പള്ളിയിലേക്കുള്ള കാലടിപ്പാടുകൾ വർദ്ധിപ്പിക്കുക. ഒരു നമസ്കാരത്തിന് ശേഷം അടുത്ത നമസ്കാരങ്ങൾ കാത്തിരിക്കുക. ഇതൊക്കെ പാപങ്ങൾ പൊറുക്കുവാനും പാപങ്ങൾ മായ്ച്ചു കളയാനും അതുപോലെ അള്ളാഹുവിന്റെ അടുക്കൽ ദറജകൾ, പദവികൾ ഉയരുവാനും കാരണമാകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇനി സഹോദരന്മാരെ,